നമസ്കാരം. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ആർ വി ബാബുവിനെതിരെ തൃക്കാക്കര പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കേസ് രജിസ്റ്റർ ചെയ്യാൻ ആസ്പദമായ പരാതി നൽകിയിരിക്കുന്നത് പ്രദേശത്തെ ഒരു PDP നേതാവാണ്. PDP നേതാവ് പരാതി നൽകിയത് ശ്രീ ആർ വി ബാബുവിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ പ്രതിയാണ്. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ വിഷയം ഒരു അഭിപ്രായ പ്രകടനമായിരുന്നു. അത് നമ്മുടെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയുടെ സ്വപ്ന പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാനെ സംബന്ധിച്ചായിരുന്നു. അപ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായി മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ അതിൻ്റെ മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടത്തിൽ സർക്കാരിനൊപ്പം അണിചേരുന്ന യോദ്ധാക്കളായി, തൂഫാൻ വാറിയേഴ്സായി രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു വാറിയറായി, തൂഫാൻ വാറിയറായി സമസ്ത മുസ്ലിം സമുദായ സംഘടനയായ സമസ്തയുടെ നേതാവ് ജെഫ്രി മുത്തുക്കോയ തങ്ങളെ മാറ്റുവാൻ, തൂഫാൻ വാറിയറായി മാറ്റുവാൻ വേണ്ടി ശ്രീ രമേശ് ചെന്നിത്തല നേരിട്ട് അദ്ദേഹത്തെ സന്ദർശിക്കുകയും തൂഫാൻ വാറിയറായി ജെഫ്രി മുത്തുക്കോയ തങ്ങളെ മാറ്റുകയും ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ചാണ് ശ്രീ ആർ വി ബാബു തൻ്റെ ഫേസ്ബുക്കിലൊരു അഭിപ്രായ പ്രകടനം നടത്തിയത്. ആ അഭിപ്രായ പ്രകടനത്തിൻ്റെ ഒരു സാരാംശം ഞാനൊന്ന് പറയാം. അത് മറ്റൊന്നുമല്ല, സമുദായ നേതാക്കളെക്കാൾ സമസ്ത നേതാക്കളും കൂട്ടരും തന്നെയാണ് ഇക്കാര്യത്തിൽ മുന്നിട്ടിറങ്ങേണ്ടത് മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടത്തിൽ. കാരണം ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് വ്യാപകമായി വിപണനം നടത്തുന്നവരും കള്ളക്കടത്തിലൂടെ കേരളത്തിലേക്ക് എത്തിക്കുന്നതും ഭൂരിഭാഗം പേരും തങ്ങളുടെ തന്നെ പെട്ടവരാണ് എന്നത് ആ സമുദായത്തിന് തന്നെ നാണക്കേടാണെന്നും ഇതായിരുന്നു ശ്രീ ആർ വി ബാബു ഫേസ്ബുക്കിൽ പങ്കുവച്ച അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അപ്പോൾ ഇതിനെതിരെയാണ് ഈ പ്രാദേശിക PDP നേതാവ് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത്. അതിൻ്റെ പേരിലാണ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ കേസിൻ്റെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിലെ ശരിയും ശരികേടുമെല്ലാം നമ്മൾ വിശകലനം ചെയ്യുന്നതിനേക്കാൾ നല്ലത് ശ്രീ ആർ വി ബാബുവിനോട് തന്നെ നേരിട്ട് ഇത് സംബന്ധിച്ച അഭിപ്രായങ്ങൾ തേടുകയാവുമെന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹത്തെ നമുക്കൊന്ന് ബന്ധപ്പെടാം, അദ്ദേഹത്തെ നമുക്കൊന്ന് കേൾക്കാം. ഹലോ, നമസ്കാരം സാർ. എൻ്റെ പേര് മനോജ് എന്നാണ്. ഞാൻ തത്വമയി ന്യൂസിൽ നിന്ന് വിളിക്കുകയാണ്. സാർ ഇപ്പോൾ സംസാരിക്കാൻ ഫ്രീ ആയിട്ടുള്ള സമയമാണോ? പറഞ്ഞോളൂ, ഞാൻ ബ്ലൂടൂത്തിലാണ്, വണ്ടിയിലാണ്. പറഞ്ഞോളൂ. ശരി സാർ. ഇപ്പോൾ ഒരു വാർത്ത വന്നിരുന്നു, അനിൽ വിളയിൽജിയുടെ ഒരു പോസ്റ്റും കണ്ടിരുന്നു. അങ്ങേക്കെതിരെ ഒരു PDP പ്രവർത്തകൻ മതസ്പർദ്ധ വളർത്തുന്നു എന്നുള്ളൊരു പരാതി കൊടുത്തു. അതിന് പോലീസ് നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്നുള്ളത്, അതിനെ സംബന്ധിച്ച് താങ്കളുടെ ഒരു പ്രതികരണം അറിയാനായിരുന്നു. എന്റെ FIR ഇട്ടുണ്ട്. തൃക്കാക്കര അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുടെ ഓഫീസിലാണ് ഇട്ടേക്കണേ. തീർച്ചയായിട്ടും തൃക്കാക്കര പോലീസാണ് ചെയ്തിരിക്കുന്നത്. ഒരു PDPയുടെ ഒരു പ്രവർത്തകൻ നേതാവ് കൊടുത്ത പരാതിയാണ്. ശരി. ഇതാ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട അങ്ങയുടെ പോസ്റ്റിന്റെ പേരിലല്ലേ ഈ മതസ്പർദ്ധ വളർത്തുന്നു എന്നുള്ളൊരു പരാതി വന്നിട്ടുണ്ട്. അപ്പോൾ സാർ, ഇപ്പോൾ ഈ പരാതിക്ക് പിന്നിലുള്ള ഒരു ചേതോവികാരം എന്താണെന്ന് അറിയാനായിട്ട് തീർച്ചയായിട്ടും ഒരു താല്പര്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ, ഞാൻ ചോദിക്കുന്നതിന്റെ കാര്യം, പലപ്പോഴായിട്ട് ഇവരുടെ ഭാഗത്തു നിന്നുള്ള PDP ആകട്ടെ, SDPI ആകട്ടെ, മുസ്ലിം ലീഗ് ആകട്ടെ, ഇവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം കാണപ്പെടുന്നത് ഈ മലപ്പുറത്തിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ജില്ലയെ അപമാനിച്ചു, അല്ലെങ്കിൽ മലപ്പുറത്തുള്ള ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ജില്ലയെ അപമാനിച്ചു, മതത്തെ അപമാനിച്ചു എന്നുള്ള ഇത്തരം പരാതികളുടെ പിന്നിലുള്ള ഒരു ചേതോവികാരം എന്താണ്? ഒരു ഭയമാണോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സിൽ ഒരു ഭയം സൃഷ്ടിക്കുവാനുള്ള ഒരു ശ്രമമാണോ? അങ്ങയുടെ അഭിപ്രായം എന്താണ്? മലപ്പുറത്തെ സംബന്ധിച്ച് പറയുമ്പോ അത് മുസ്ലിങ്ങളെ കുറിച്ച് പറയുന്നതാണ് എന്നുള്ളത് അങ്ങനെ പൊതുവായിട്ട് കരുതപ്പെടുന്നു. അപ്പൊ മലപ്പുറം എന്ന് പറയുമ്പോൾ അത് മുസ്ലിം ഡൊമിനന്റ് ആയിട്ടുള്ള ഒരു ജില്ല ആയതുകൊണ്ട് മുസ്ലിങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു. പക്ഷേ അതൊന്നും നിയമദൃഷ്ടിയാൽ നിലനിൽക്കുന്നതല്ലല്ലോ. മലപ്പുറം എന്നുള്ളത് ഒരു ജില്ലയാണ്, അത് മുസ്ലിങ്ങളുടെ ജില്ലയാണെന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ മുസ്ലിങ്ങളെ കുറിച്ച് പരാമർശിക്കാൻ വേണ്ടിയാണ് മലപ്പുറം എന്ന പേര് ഉപയോഗിക്കുന്നത് എന്നാണ് പൊതുവെ ധരിക്കുന്നത്. ഇവിടെ ഞാൻ മലപ്പുറം ജില്ല എന്നോ മുസ്ലിം എന്നോ ഒന്നും പ്രയോഗിച്ചിട്ടില്ല. ഞാൻ തൂഫാൻ പ്രചരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല ജെഫ്രി മുത്തുക്കോയ തങ്ങളെ ഒരു തൂഫാന്റെ വാരിയറായിട്ട്, അല്ലെങ്കിൽ ആ തൂഫാൻ പ്രവർത്തനത്തിന്റെ ഒരു പ്രചരണത്തിന്റെ ദൃഷ്ടിയിൽ അദ്ദേഹമായിട്ട് നടത്തിയ പരിപാടിയുണ്ട്. ആ പരിപാടി ചൂണ്ടിക്കാണിച്ചിട്ടാ പറഞ്ഞത്, ജെഫ്രി മുത്തുക്കോയ തങ്ങളെ പോലുള്ള ആളുകൾ ഈ വിഷയത്തിൽ മുന്നിട്ടിറങ്ങണം. അതിന്റെ കാരണം, ആ സമുദായത്തിൽപ്പെട്ടവരാണ് ഭൂരിഭാഗം പേരും ഈ മയക്കുമരുന്ന് വ്യാപാരത്തിലും വിപണനത്തിലും പങ്കാളികളാണ് എന്ന് കരുതപ്പെടുന്നത്. അങ്ങനെയാണ് ആക്ഷേപം. അത് ആ സമുദായത്തിന് നാണക്കേടാണ്. അതുകൊണ്ട് ഇത്തരം സമുദായ നേതാക്കന്മാര് തന്നെ ഈ പ്രവർത്തനം അവസാനിപ്പിക്കാൻ നേരിട്ടിറങ്ങുന്നത് നല്ലതാണ് എന്നാണ് ഞാൻ ഇട്ട പോസ്റ്റിന്റെ ചുരുക്കം. ഈ കാര്യം ഞാനല്ല ആദ്യം പറഞ്ഞത്.
ഈ കാര്യം പറഞ്ഞത് നമ്മുടെ കേരളത്തിന്റെ മുൻ മന്ത്രിയായിട്ടുള്ള കെ ടി ജലീലാണ്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട കെ ടി ജലീലാണ്. അതെ. കെ ടി ജലീല് ഇതിനേക്കാൾ ശക്തമായിട്ടാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഈ മദ്രസയിൽ പോകുന്നവര് കൂടിയാണ് ഇവര്. അവർക്ക് കൃത്യമായ മതവിദ്യാഭ്യാസം കിട്ടുന്നു. ആ മതവിദ്യാഭ്യാസം കിട്ടുന്ന ആൾക്കാരാണ് ഈ ഏറ്റവും കൂടുതൽ ഈ കള്ളക്കടത്ത്, അതേപോലെ മയക്കുമരുന്ന് വ്യാപാരം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ പെടുന്നത് എന്ന് പറഞ്ഞത് കെ ടി ജലീലാണ്. കെ ടി ജലീലിന്റെ പ്രസംഗം ഇപ്പോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ കെ ടി ജലീൽ പറഞ്ഞതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ സമുദായത്തിൽപ്പെട്ടവരാണ് ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. മനസ്സിലായോ? ഇത് കൂടാതെ നക്കോട്ടിക് ജിഹാദുമായി ബന്ധപ്പെട്ട് ശ്രീ പിണറായി വിജയൻ നടത്തിയ പ്രസ്താവനയുണ്ട്. അതിൽ മതം തിരിച്ച് അതിന്റെ കണക്ക് പറഞ്ഞിട്ടുണ്ട്. നക്കോട്ടിക് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടതിൽ 27% മാത്രമുള്ള മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. 34% പേര് പ്രതികള്. 54% വരുന്ന ഹിന്ദുക്കളിൽ 48%, 49% പേരാണ് ഹിന്ദുക്കളിൽ പ്രതികള്. ക്രിസ്ത്യാനികളിൽ 15.5%. ഇങ്ങനെയാണ് പിണറായി വിജയൻ പറഞ്ഞ കണക്ക്. അപ്പോ അവിടെയും ജനസംഖ്യാനുപാതികമായി നോക്കിയാൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് ഈ കേസിൽ കൂടുതലായിട്ട് ഉൾപ്പെടുന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ജനസംഖ്യാനുപാതികമായി പറഞ്ഞാല്. തീർച്ചയായിട്ടും. അപ്പോ ഇത്തരം കാര്യങ്ങൾ, അത് മാത്രമല്ല, ഈ കേരളത്തിൽ വ്യാപകമായിട്ട് ഈ വിമാനത്താവളങ്ങൾ വഴി സ്വർണ്ണക്കള്ളക്കടത്ത്, ആ വാർത്തകൾ കൂടുതലായിട്ട് വന്നപ്പോൾ പിണറായി വിജയൻ ഹിന്ദുവിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞത്, ഹിന്ദു പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞത് മലപ്പുറം കേന്ദ്രീകരിച്ച് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നു, അത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നാണ്. ഇതെല്ലാം നമ്മുടെ കൺമുമ്പിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഈ തൂഫാൻ പ്രചരണത്തുമായി ബന്ധപ്പെട്ട് ഈ സമുദായത്തിൽപ്പെട്ടവരാണ് ഭൂരിഭാഗവും കേസിൽ പെടുന്നത്, അതുകൊണ്ട് സമുദായ നേതാക്കൾക്ക് അതിന്റെ ചുമതലയുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. ഇതിലെവിടെയാണ് മതസ്പർദ്ധ? തീർച്ചയായിട്ടും. ഇത് രണ്ട് വിഭാഗങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്നതാവുന്നത് എങ്ങനെയാണ്? അപ്പോ ഇപ്പൊ ഈ കേസ് എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ കേരളത്തിലെ UDF സർക്കാർ അവരെ ഈ മുസ്ലിം സമുദായത്തെ സന്തോഷിപ്പിക്കാൻ, അത് സമുദായത്തെ സന്തോഷിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ മുസ്ലിം മത തീവ്രവാദികളെ സന്തോഷിപ്പിക്കുക എന്നുള്ള ഒരു നിലപാടാണ് എടുക്കുന്നത്. അത് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ചേർന്നിട്ട്, മുസ്ലിം ലീഗുമായി ചേർന്നിട്ട് ഒക്കെയാണ് കേരളത്തിലെ UDF സർക്കാർ നിലനിൽക്കുന്നത്. അപ്പോ അതുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഈ കേസിന്റെ പുറകിലുള്ളത്. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെ കേസെടുക്കുക എന്ന് പറഞ്ഞാൽ, കേസെടുക്കണമെങ്കിൽ ഇപ്പോ ഹിന്ദു സംഘടനകൾ നിരവധി പരാതികൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോ പത്തനംതിട്ടയില് ആ ഓമല്ലൂരെ പാസ്റ്റർ നടത്തിയിട്ടുള്ള ഗുരുതരമായ പ്രസ്താവന, അദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ടില്ല. അദ്ദേഹത്തിന് പരാതി കൊടുത്തിട്ടുണ്ട് ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘടനകൾ. നിരവധി ആരോപണങ്ങളാണ്, പരാതികളാണ് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലെ ജീവനക്കാരടക്കമുള്ള ആൾക്കാർ അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. കേസില്ലല്ലോ. തീർച്ചയായിട്ടും. ലോട്ടറി ഇറക്കി കേരളത്തിൽ. ആ ലോട്ടറിയിൽ ശിവന്റെ വിഗ്രഹത്തിന് മുകളിലൂടെ രക്തം ഒഴുകുന്ന ചിത്രം വരച്ചു വെച്ചു. ലോട്ടറി ഡിപ്പാർട്ട്മെന്റിനെതിരെ പരാതി കൊടുത്തു. പോലീസിൽ ഞങ്ങൾ പരാതി കൊടുത്തു, കേസെടുത്തില്ല പോലീസ്. അപ്പൊ ഇങ്ങനെ നിരവധി കേസുകളുണ്ട്. അപ്പൊ ഇത് ഏകപക്ഷീയമായി ഹിന്ദു സംഘടനകൾക്കും ഹിന്ദു നേതാക്കന്മാർക്കും എതിരെ നടക്കുന്ന ഒരു പ്രവർത്തനമായിട്ട് അതിനെ കാണാൻ പറ്റുള്ളൂ. അത് ഈ മത തീവ്രവാദികളെ സന്തോഷിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇതിന്റെ പുറകിലുള്ളത്. ഒന്നുമില്ല. സർ, ഒരു ചോദ്യം കൂടി. കാരണം ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ ഇനം തിരിച്ചും കണക്ക് തിരിച്ചും ശ്രീ പിണറായി വിജയൻ ഈ സമുദായത്തെ ചൂണ്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. RV ബാബു എന്ന താങ്കൾ അത്രയും സമുദായത്തിന്റെ പേരെടുത്ത് പറയാതെ തന്നെ അവരുടെ നന്മയ്ക്ക് വേണ്ടി എന്ന് കരുതാവുന്ന ഒരു പ്രസ്താവന ഇറക്കി. ഇതിൽ RV ബാബു മാത്രം കേസിൽ പ്രതിയാകുന്നത് ഈ താങ്കൾ ഈ പറഞ്ഞ മതസംഘടനകളെ പിണറായി വിജയനേക്കാൾ RV ബാബുവിനെ പോലെയുള്ളവർ ഭയപ്പെടുത്തുന്നത് കൊണ്ടാണോ? അതുകൊണ്ടാണോ അവർക്ക് തൃപ്തിയാകുന്നത് താങ്കളുടെ പേരിൽ കേസെടുത്താൽ? എന്താണ് താങ്കളുടെ അഭിപ്രായം? അല്ലെ, ഇപ്പോ ഹിന്ദു സംഘടന, അതായത് ഈ ഇസ്ലാം മത തീവ്രവാദികൾക്ക് കേരളത്തിലെ ഒരു രാഷ്ട്രീയ സ്വഭാവം ഇപ്പോ രൂപപ്പെടുത്തിയിരിക്കുന്നത്, അതായത് RSS അല്ലെങ്കിൽ സംഘപരിവാർ ഹിന്ദു സംഘടനകൾ, അവർക്കെതിരെ ആരാണ് കൂടുതൽ ശബ്ദിക്കുന്നത്
അവരുടെ വോട്ട് അല്ലെങ്കിൽ അവരുടെ പിന്തുണ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന്റെ പിന്തുണ അവർക്ക് കിട്ടും എന്ന ഒരു നെറേറ്റീവാണ് പൊതുവെ, ഒരു അന്തരീക്ഷമാണ് പൊതുവെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോ അതുകൊണ്ട് ഈ RSSനെയോ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനാ നേതാക്കന്മാരെ, ആ ഒരു സംഘടനകളെ ആരാണോ കൂടുതൽ ശക്തമായിട്ട് ആക്രമിക്കുന്നത് എന്നുള്ള ഒരു മത്സരം കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. അത് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നായാലും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നായാലും UDFന്റെ ഭാഗത്തു നിന്നായാലും നടക്കുന്നത് ഈ രീതിയിലാണ്. ഇപ്പൊ നോക്ക്, അതും അപ്പൊ RSS മാത്രമല്ല, ഞാൻ പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശനെതിരെ എന്തു വലിയ വ്യാപകമായ പ്രചരണമാണ് നടന്നത്. വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറം ജില്ലയെ കുറിച്ച് പറഞ്ഞു എന്നും വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിങ്ങളെ അപകീർത്തിപ്പെടുത്തി എന്നൊക്കെയാണ് പരാതി. വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് വന്നില്ലേ രംഗത്ത്? പിന്നെ വെള്ളാപ്പള്ളി നടേശൻ കുറെ കൂടി ശക്തനായ നേതാവായതുകൊണ്ട് ആയിരിക്കാം ഒരുപക്ഷെ അത് കേസെടുക്കാതിരുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നേ. വലിയൊരു സമുദായത്തിന്റെ നേതാവായി എന്നുള്ളത് കൊണ്ടാവാം. ഏതായാലും വെള്ളാപ്പള്ളി നടേശനെതിരെയും ഈ ആരോപണങ്ങൾ വന്നല്ലോ. അതെ, എന്തുകൊണ്ടാണ്? വെള്ളാപ്പള്ളി നടേശൻ ചില യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു. കേരളത്തിൽ നിലനിൽക്കുന്ന സാമൂഹ്യ അസമത്വങ്ങളെ കുറിച്ച് പറഞ്ഞു. മതത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന പ്രീണനങ്ങളെയും വിവേചനങ്ങളെയും കുറിച്ച് പറഞ്ഞു. അത് പറയുമ്പോൾ അത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് ഇവര് അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. അത് ഒരു മതവിഭാഗത്തിനെതിരായിട്ടുള്ള പ്രഖ്യാപനമായിട്ട് നടത്തുകയാണ്. അപ്പൊ ഇങ്ങനെ ഹിന്ദുക്കൾക്ക് വേണ്ടി, ഹിന്ദു സമുദായങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവരെ മുഴുവൻ നിശബ്ദരാക്കുക എന്ന ലക്ഷ്യം ഇതിന്റെ പുറകിലുണ്ട്. തീർച്ചയായിട്ടും അതാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ നടക്കുന്നത്. അതുകൊണ്ട് ഹിന്ദുക്കളെ, ഹിന്ദു സംസ്കാരത്തെ ഒക്കെ എന്തും പറയാം, എന്തും വിളിച്ച് അതിനെ ആക്ഷേപിക്കാം, അവഹേളിക്കാം. ഒരാൾക്കും ഒരു വിഷമമില്ല. ഇപ്പോ ഞാൻ ചോദിക്കുന്നത്, വിഷുവിന് നമ്മുടെ ശ്രീകൃഷ്ണനെ കുഴിമന്തി വെച്ച നിരവധി പോസ്റ്ററുകൾ, അത്തരത്തിലുള്ള ആശംസാ കാർഡുകൾ, ഒരുപാട് പരാതികൾ പലരും കൊടുത്തു. ഒരു സ്ഥാപനം മാത്രമല്ല, നിരവധി സ്ഥാപനങ്ങൾ. അപ്പോ അതിനെതിരെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ പ്രതികരിച്ചോ? ഇല്ല. ഏതെങ്കിലും സാംസ്കാരിക നേതാക്കൾ പ്രതികരിച്ചോ? ഇല്ല. ഈ പറയുന്ന മതേതരത്വത്തിന്റെ വക്താക്കളായിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും പ്രതികരിച്ചോ? ഇല്ല. കാരണം അവിടെ ആക്രമിക്കപ്പെടുന്നത് ഹിന്ദുക്കളുടെ വിശ്വാസങ്ങളും സംസ്കാരവും ഒക്കെയാണ്. ആക്രമിക്കുന്നവര് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരാണ്. അപ്പോ അവർക്കെതിരെ ശബ്ദിക്കാനായിട്ട് ഇവർക്ക് മടിയാണ്. ഇത് കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഈ പറയുന്ന മത തീവ്രവാദ ശക്തികൾക്ക് പിന്തുണ കൊടുക്കുന്ന, അല്ലെങ്കിൽ അവരെ അനുകൂലിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. UDFും LDFും പിന്തുടരുന്നത് ആ നയമാണ്. അതാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി. സാറേ, ഈ കുഴിമന്തി നമ്മുടെ വിഷയത്തിൽ നിന്ന് ഒപ്പം ചേർന്ന് തന്നെ ഇതുമായിട്ട് ചേർത്ത് വായിക്കാവുന്ന ഒരു കാര്യം താങ്കൾ പറഞ്ഞതുകൊണ്ട് അവസാനമായിട്ടൊരു ചോദ്യം, വിഷയവുമായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷെ ഗുരുവായൂർ അമ്പല പരിസരത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായ ഒരു വീഡിയോ താങ്കൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു ഹോട്ടലിന്റെ പരസ്യമായിരുന്നു, ഒരു ദ്വയാർത്ഥം കലർന്ന പരസ്യം. അവിടെ ഓയോ പോലെ ബുക്ക് ചെയ്ത് പങ്കാളികൾക്ക് ഇത്ര റൂം ഗുരുവായൂർ പരിസരം എന്നുള്ള രീതിയിൽ. താങ്കൾ കണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടിരുന്നു. ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ ഇറക്കുവാൻ ആ സ്ഥാപനങ്ങൾ ധൈര്യപ്പെടുന്നത് ഈ ദ്വയാർത്ഥ പ്രയോഗമുള്ള, പ്രത്യേകിച്ച് ഗുരുവായൂർ പോലുള്ള ഒരു പാവനമായ അമ്പലത്തിന്റെ പരിസരത്ത് അവർക്ക് ധൈര്യം വരുന്നത് ഈ ഒരു വികാരമുള്ളത് കൊണ്ടാണോ? കാരണം ഈ കുഴിമന്തി കണ്ണനെ കൊണ്ട് തീറ്റിച്ചാലും പ്രതികരിക്കാത്ത മതേതരന്മാർ കേരളത്തിലുണ്ട് എന്നുള്ളൊരു ധൈര്യമാണോ ഇവരെ ഇതിന് പ്രേരിപ്പിക്കുന്നത്? അല്ല, സംശയമില്ല. അത് തന്നെയാണ്. ഇപ്പൊ കേരളത്തിൽ ഹിന്ദു സംസ്കാരത്തെയോ ഹൈന്ദവ സമൂഹത്തെയോ ഒക്കെ ഏതു നിലയ്ക്കും അവഹേളിച്ചാലും ഒരു പ്രശ്നവും സംഭവിക്കില്ല, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പ്രഖ്യാപിക്കലാണ്. ഇത് എത്രയോ വട്ടം നമ്മൾ കണ്ടതാ. ഇപ്പൊ ഞാൻ പറഞ്ഞു, എഴുത്തച്ഛൻ ജീവിച്ചിരുന്നില്ല എന്ന് പറഞ്ഞ് കേരളത്തിലെ ഒരു പ്രമുഖ ക്രൈസ്തവ പത്രത്തിന്റെ മുഖലേഖനമായിട്ട് വന്നു. എഴുത്തച്ഛൻ ജീവിച്ചിരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഇവിടുത്തെ സാംസ്കാരിക നായകന്മാര് എന്ന് പറയുന്നവർ ആരെങ്കിലും അതിനെതിരെ പ്രതികരിച്ചോ? അതായത് മലയാള ഭാഷയുടെ പിതാവ് എന്ന് പറയുകയും തുഞ്ചൻ പറമ്പ് സർക്കാർ തന്നെ രൂപീകരിക്കുന്ന ഒരു ട്രസ്റ്റ് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് അവിടെ, തുഞ്ചൻ ട്രസ്റ്റ്. ആ എഴുത്തച്ഛൻ ജീവിച്ചിരുന്നില്ല എന്ന് ഒരു ലേഖനം വരുമ്പോൾ ഈ പറയുന്ന സാഹിത്യ അക്കാദമിയോ സാംസ്കാരിക നായകന്മാരോ ആരെങ്കിലും അതിനോട് പ്രതികരിച്ചതായിട്ട് നമ്മൾ കണ്ടോ? ഇല്ല. അത് ഞാൻ കേസെടുക്കേണ്ട വസ്തുതയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളും ഹിന്ദു വിരുദ്ധ സമീപനങ്ങളും ഒക്കെ കേരളത്തിൽ
യഥേഷ്ടം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അതിനോടൊക്കെ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതൃത്വമായാലും ഭരണകൂടമായാലും സാംസ്കാരിക രംഗത്ത് നിലകൊള്ളുന്നവരായാലും ഒക്കെ കാണിക്കുന്ന ഇരട്ടത്താപ്പ്, ആ കാപട്യം ആണ് ഇപ്പോ ഇവർക്കൊക്കെ ധൈര്യം നൽകുന്നത്. അതായത് ഞങ്ങൾക്ക് എന്തുമാകാം, ഞങ്ങളോട് ചോദിക്കാൻ ആളില്ല എന്നുള്ള ധൈര്യം. ഈ ഒരു ധൈര്യമാണ് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം. അവര് സംഘടിതരല്ല, അവര് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിന്നാലെ ഇപ്പോഴും അതിൽ നിന്നും മോചിതരല്ല. അവരൊക്കെ രാഷ്ട്രീയത്തിനാണ് മറ്റ് താല്പര്യങ്ങളെക്കാൾ വില കൊടുക്കുന്നത് എന്നതാണ് ഇപ്പോഴും ഹിന്ദു സമൂഹം കേരളത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു പക്ഷേ സാർ, അവസാനത്തെ ചോദ്യമാണെന്ന് പറഞ്ഞു. ഇത് തീർച്ചയായിട്ടും അവസാനത്തെ ചോദ്യം തന്നെയാണ്. ഇപ്പോൾ താങ്കളെ പോലുള്ള നേതാക്കൾ, അതിപ്പോൾ താങ്കളാകട്ടെ ശ്രീ വെള്ളാപ്പള്ളി നടേശനാകട്ടെ, ഇത്തരമുള്ള നേതാക്കൾ ധൈര്യപൂർവ്വം അഭിപ്രായങ്ങൾ പറയുവാൻ, അതായത് അധികം ആരും പറയാൻ മടിക്കുന്ന അഭിപ്രായങ്ങൾ പറയാൻ മുന്നോട്ട് വരുമ്പോൾ, താങ്കൾ പറഞ്ഞ ഈ സംഘടിതമല്ലാത്ത ഹിന്ദു സമൂഹത്തിലൊരു സമൂഹം, അല്ലെങ്കിൽ നമ്മുടെ സംഘടന RSS പോലുള്ള സംഘടനയുടെ പിന്നിൽ സംഘടിക്കുമെന്നുള്ളൊരു ഭയം ഇവരെ പിടികൂടിയിട്ടുണ്ടോ? അതിന്റെ കൂടി ഒരു പരിണാമമാണോ ഇത്തരത്തിലുള്ള കേസുകളും ഭയപ്പെടുത്താനുള്ള ശ്രമങ്ങളും? അല്ല, അത് തീർച്ചയായിട്ടും അങ്ങനെയാണ്. കാരണം ഈ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ഇവർക്കറിയാം. പ്രത്യേകിച്ച് ഇപ്പോൾ ബംഗാള്, ആസാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്, അതായത് ഒരു ഹിന്ദു കൺസൾട്ടേഷൻ ഒക്കെ നടക്കുന്നതോടെ ഇവരുടെ അടിവേരറുക്കുന്ന തരത്തിലാണ് അത്തരം സ്ഥലങ്ങളിലൊക്കെ സംഭവിക്കുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ ഇവിടെ കേരളത്തിൽ ഹിന്ദു സമൂഹത്തിന്റെ ഒരു ഏകീകരണം ഉണ്ടായാൽ അത് തങ്ങളുടെ രാഷ്ട്രീയ ഭാവിയെ അപകടത്തിലാക്കും, തങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാക്കും എന്ന ഒരു ഭയം. അത് കാരണം മറ്റു മതസമൂഹങ്ങളൊക്കെ, ഇപ്പോൾ മുസ്ലിം സമൂഹം എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ലീഗുമായിട്ട് ചേർന്നാണ് അവർ നിൽക്കുന്നത്. ക്രൈസ്തവ സമൂഹം എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ക്രിസ്ത്യൻ മറ്റേ കേരള കോൺഗ്രസ് പ്രസ്ഥാനങ്ങളുമായിട്ടാണ് അവര് നിലനിൽക്കുന്നത്. അത് ചിലപ്പോ മാണിയുടെ കൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ജോസഫ് കോൺഗ്രസിന്റെ കൂടെ ആയിരിക്കാം. ഏതായാലും കേരള കോൺഗ്രസുമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടാണ് ക്രൈസ്തവ സമൂഹം ഏറെക്കുറെ നിൽക്കുന്നത്. പ്രത്യേകിച്ച് തെക്കൻ തിരുവിതാംകൂറിലാണെങ്കിൽ മധ്യ തിരുവിതാംകൂറിൽ ചിലപ്പോൾ കോൺഗ്രസിന്റെ കൂടെ ആയിരിക്കാം. അപ്പോ ഇത് കേരളത്തിൽ മതവിഭാഗങ്ങൾ, ക്രൈസ്തവരായാലും മുസ്ലിങ്ങളായാലും അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് അവർക്കുണ്ട്. ഹിന്ദുക്കൾക്ക് ആ സ്പേസ് ഇല്ല എന്ന് മാത്രമല്ല, അവരൊക്കെ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ അടിമകളായിട്ട് നിലനിൽക്കുന്ന ഒരു സമൂഹമാണ്. കുറെ ഹിന്ദുക്കൾ CPM-ന്റെയോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ നുകത്തിൻ കീഴിലാണ്. കുറെ ഹിന്ദുക്കൾ കോൺഗ്രസിന്റെ നുകത്തിൻ കീഴിലാണ്. അവർക്ക് കോൺഗ്രസിന്റെയോ CPM-ന്റെയോ രാഷ്ട്രീയ താല്പര്യത്തിന് അപ്പുറം ഒരു നിലപാട് പറയാനുള്ള ധൈര്യം കേരളത്തിലെ ഹിന്ദുക്കൾക്കില്ല. അപ്പോ അവിടെ വരുമ്പോഴ് മറ്റ് മതസമൂഹങ്ങൾക്ക് കിട്ടുന്ന ആ അംഗീകാരവും അവർക്ക് കൊടുക്കുന്ന ആദരവും ഒന്നും ഹിന്ദുക്കൾക്ക് കിട്ടില്ല. അത് ഹിന്ദുക്കൾ സ്വയമേവ ആർജിച്ചെടുക്കേണ്ടതാണ്. ഹിന്ദു സമൂഹം ആ നിലയ്ക്ക് സംഘടിച്ച് ഒരുമിച്ച് രാഷ്ട്രീയത്തിനും ജാതിക്കും അതീതമായി ഹിന്ദു സമൂഹം ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഒക്കെ നിലപാടുകൾ മാറും. തീർച്ചയായിട്ടും. അപ്പോ ആ നിലയ്ക്ക് ഹിന്ദു സമൂഹം ഒരുമിച്ച് നിൽക്കാൻ തയ്യാറാവുക എന്നുള്ളത് മാത്രമാണ് ഇതിന് ഉള്ള ഒരേ ഒരു പോംവഴി. അതെ, തീർച്ചയായിട്ടും സാർ. അപ്പോൾ വളരെ നന്ദി സാർ, ഇത്രയും നേരം തത്വമയി ന്യൂസുമായി സമയം ചെലവഴിച്ചതിനും താങ്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ചതിനും അപ്പോൾ വളരെ നന്ദി സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ RV ബാബുവാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ, അദ്ദേഹത്തിനെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന കേസിൻ്റെ സംബന്ധിച്ച് മാത്രമല്ല, കേരളത്തിൽ ഹിന്ദു സമുദായത്തിൻ്റെ നേതാക്കളും ഹിന്ദു സമുദായമൊട്ടാകെയും നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചും, അല്ലെങ്കിൽ ഹൈന്ദവ ആചാരങ്ങളെ എതിർത്തും, അല്ലെങ്കിൽ ഹൈന്ദവ ആചാരങ്ങൾക്ക് നേരെയും ഹൈന്ദവ വിശ്വാസങ്ങൾക്ക് നേരെയും കേരളത്തിലുണ്ടാകുന്ന ആക്രമണങ്ങളെ സംബന്ധിച്ചും വളരെ വിശദമായി തന്നെ അദ്ദേഹം നമ്മളോട് സംസാരിച്ചു. ഇതിൽ കൂടുതൽ വ്യക്തിപരമായി എനിക്കൊന്നും കൂട്ടിച്ചേർക്കുവാനില്ല. ഇനി അറിയേണ്ടത് പ്രേക്ഷകരുടെ അഭിപ്രായമാണ്. ശ്രീ RV ബാബുവിൻ്റെ അഭിപ്രായം നിങ്ങൾ കേട്ടു. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് തീർച്ചയായും തത്വമയി ന്യൂസുമായി നിങ്ങൾ കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക.
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.